ഞാൻ വന്നേ. ഓ വന്നാ എന്തോ ഒപ്പിക്കാനുള്ള വരവാണ്. വാ നീയാ ഒരു തോലിക്കുരിയൊന്നും ഇല്ലടാ കള്ളച്ചോറടിച്ച് കിടക്കണേ. ആറങ്ങോട്ട് അമ്മ. ആ എന്റെ മക്കൾ എപ്പോ വന്ന്? ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളമ്മ. അമ്മ അങ്ങ് ക്ഷീണിച്ചു പോയി. പാവം എന്റെ അമ്മ. അമ്മ പലതും സൂക്ഷിച്ചോ, അമ്മ മര്യാദയ്ക്ക് ഇരിക്കാൻ വേണ്ടി പറ. വന്ന നേരം തൊട്ട് അവന്റെ അടുത്ത് കിടന്ന് ചൊറിയേ. ഇങ്ങനെ ആണെങ്കിൽ അവന്റെ ചൊറിച്ചിൽ നിർത്തി കൊടുക്കണുണ്ട് കേട്ടോ അമ്മ. വന്നതിന് കാര്യം പറ, എന്നിട്ട് തീരുമാനിക്കാൻ ആർക്കാണ് അവിടെ ചൊറിച്ചിലെന്ന്. മോളത് കാര്യാക്കല്ലേ മക്കളെ, അവന്റെ അടുത്ത് പോകാൻ പറ. എന്ത് മക്കളെ പെട്ടെന്ന് വന്നത്? എന്താ എനിക്ക് വന്നുകൂടി? എനിക്കൊരു സമ്മാനം കൊണ്ടാണ് ഞാൻ വന്നത്. സാധാരണ തിരിച്ചില്ലേ, ചേച്ചിയിൽ ഇവിടെ വന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് കുറെ സമ്മാനങ്ങൾ ഒപ്പിച്ചുകൊണ്ട് പോകണം. എന്റെ അമ്മേ എനിക്ക് സ്നേഹത്തോടെ തരണേ, അല്ലാതെ ഞാൻ ഒപ്പിച്ചുകൊണ്ട് പോകണമെന്നല്ല. നിനക്ക് അങ്ങനെയൊക്കെ പലതും തോന്നൂടാ. അങ്ങനെ നോക്കിയാണ് അമ്മയ്ക്ക് വേണ്ടി ഞാൻ പുതിയൊരു മാല കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് എന്റെ സർപ്രൈസ്? അയ്യോ എന്റെ മോളെ സ്നേഹം കണ്ടാടാ. നിന്റെ കൊണ്ട് വല്ല ഉപയോഗം ഉണ്ടാടാ? വലിയ മുക്കുകൊണ്ടായിരിക്കും. നിങ്ങൾ അതെടുത്തൊന്ന് വെച്ച് നോക്കും. ഓ എന്റെ പൊന്നുമോള്, നീ പോടാ. എന്റെ പൊന്നുമോളത് എനിക്ക് സ്നേഹത്തോടെ തന്നെയാണ്. അമ്മ പെട്ടെന്ന് ഇങ്ങോട്ടാ കഴുത്തി കിടക്കുന്ന മാല കൂടിയാണ്. എന്നിട്ട് അമ്മ ഇതങ്ങോട്ട് ഇട്ടാണ്. ഞാൻ ഒന്ന് നോക്കട്ടെ അമ്മ. ഞാൻ കുറെ നാളുകൊണ്ട് വിചാരിക്കുകയാണ് മോളെ ഒരു പുതിയ മാല വാങ്ങിക്കുന്നത്. ഇത് എത്ര പവനുണ്ട് മക്കളെ? പവന്റെ ഗംഭീരിക്കണം അമ്മ. ഇത് ഏതായാലും 5 പവന്റെ മതിപ്പൊക്കെ ഇല്ലേ? 5 പവനാ? എന്റെ പൊന്നു മക്കളെ, ഈ വില കൂടിയ സമയത്ത് നിനക്ക് ഇതൊക്കെ വാങ്ങിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? സ്വർണ്ണത്തിനൊക്കെ ഇപ്പൊ എന്തൊരു വിലയമ്മ. എന്നെ കയറിക്കൊണ്ടിരിക്കുമ്പോ കള്ളന്മാരെ എണ്ണവും കൂടി വരും. ഇന്നാളാണെങ്കിൽ നമ്മളെ വീട്ടിന്റെ അടുത്തുള്ള മറ്റേ രമണി അമ്മേരെ തലയില്ലേ അടിച്ചു പൊട്ടിച്ചിട്ടാവാ 5 പവന്റെ മാലയും പറിച്ചിട്ടുണ്ട് പൊക്കളഞ്ഞു. ഓ തന്നെ മക്കളെ തന്നെ. സ്വർണ്ണം എല്ലാം ബാഗിൽ കൊണ്ട് വെച്ചിട്ട് ഞാൻ ഒരു റോൾഡ് ഗോൾഡ് വാങ്ങിച്ചിടാന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഇവിടുത്തെ കള്ളന്മാരെ ശല്യമൊക്കെ കണ്ടില്ല. ഇനിയിപ്പൊ ഇതും കൊണ്ടുവന്ന് അങ്ങ് ബാഗിലങ്ങ് വെക്കാം. അപ്പൊ അവിടെ സുരക്ഷിതമായിട്ട് ഇരിക്കുമല്ലോ. അത് പിന്നെ എന്റെ അമ്മ മനസ്സിൽ കാണാമോ, ഞാൻ പിന്നെ മാനത്ത് കാണാതിരിക്കും അമ്മ. അപ്പൊ ഈ മുക്കുകൊണ്ടങ്ങ് എടുത്തോണേ. ഈ സ്വർണ്ണം എടുക്കണ്ട കേട്ടോ അമ്മ. അയ്യോ എന്റെ സ്നേഹനിധിയായ മോനെ അമ്മ. അപ്പൊ ഞാൻ മാല അങ്ങ് എടുക്കുകയാണ് കേട്ടാ. എനിക്ക് അമ്മയുടെ ജീവനാണമ്മ പറ്റും. ഇത് എന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കും, അമ്മയുടെ ജീവനും സുരക്ഷിതമായിരിക്കും. പിന്നെ അമ്മ ചേട്ടന്റെ വണ്ടിയുടെ ടയറിന്റെ കാറ്റ് പോകണമെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്ന് പണയം വെച്ചിട്ട് തരാൻ കേട്ടാ അമ്മ. അയ്യോ എന്റെ സ്നേഹനിധിയായ മോള് തന്നെ. അയ്യോ അമ്മ അമ്മ എണി. അമ്മേനെ കാറ്റ് പോയെന്നാണ് തോന്നണം. ചേച്ചി ഒന്ന് പോയി നോക്കിയാണ്. അടാ നീയേ അമ്മയെ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകാൻ ചേട്ടന് പണയം വെച്ചിട്ട് തരാം കേട്ടോ. വന്നേക്കാന്ന് പറഞ്ഞേക്കണേ അമ്മ എടുത്ത് കേട്ടാ.